ചവിട്ടി വിട്. അത്യാസമത്തി ഓട്ടക്കാരല്ല ഇങ്ങനെയാ. ഒന്ന് കൈ കൊടുത്ത് പോ ചേട്ടാ. എന്റെ പൊന്നു മോളെ നീ ഒന്നും പറയല്ലേ. ചേട്ടാ ഇതിനകത്ത് വെള്ളമുണ്ടോ? വെള്ളം ഇത് അവർക്ക് കൊടുക്ക്. വണ്ടി ഓടിക്കാൻ പറ്റില്ല ചേട്ടാ ഹർത്താലിന് മാത്രം ഓടിച്ചാൽ സിനിമ കാണാൻ വായു വലിച്ച് ഇങ്ങോട്ട് വന്നത്. ചേട്ടാ അത് പടം തുടക്കം മുതൽ കാണാനായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങോട്ട് പോകുന്ന വഴി സരിത എന്നാ ഉദ്ദേശിച്ചത്. ഓഹോ അപ്പൊ ആ പെണ്ണ് ഇപ്പൊ ചാവൂന്ന് പറഞ്ഞ് പരവേശം കാണിച്ചെന്താ? അത് അവർക്ക് റിലീസ് പടം കാണാൻ വരുമ്പോ എപ്പോഴും പരവേശം ഉള്ളതാ. നിന്റെ കെട്ടിക്കാനായിട്ട് എടാ പ്രശ്നമുള്ള എന്നെ കൂടെ കൂട്ടിക്കൊടുത്ത് മറ്റൊരുത്ത പണിയാണ് കേട്ടോ പന്നി. മരോന്റെ മോളൻ ഓക്കേടാ. കിട്ടൂല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞത്. ബാൽക്കണി നൂറേ ബാൽക്കണി നൂറേ ബാൽക്കണി നൂറേ ബാൽക്കണി നൂറേ. കൊടുവാള് എന്തോ ശശിയേട്ടാ എന്നെ കൊണ്ടാണ് ഓടിയേ? പിന്നെ ശശിയേട്ടൻ അടുത്ത് ടിക്കറ്റ് ഉണ്ടോ? ഒരെണ്ണം പോലുമില്ല. എല്ലാം വെച്ച് ഓക്കെ പോട്ടെ. പിന്നെ ടിക്കറ്റ് ഇല്ലാത്ത ശശിയേട്ടനോ? പൊന്നുമങ്ങളെ ജീവിച്ചു നോക്കോട്ടെ. ബ്ലാക്കിൽ തന്നാ മതി ശശിയേട്ടാ. 100 രൂപ. അതിൽ നിന്ന് 5 പൈസ കുറവില്ല. അതെന്ത് പണിയാ ശശിയേട്ടാ? 98 ടിക്കറ്റിന്റെ വില 25 രൂപ. അന്നത് ശശിയേട്ടൻ 40 രൂപയ്ക്ക് വിറ്റു. ഇത് 2008. വെറും 10 വർഷത്തെ വ്യത്യാസത്തിൽ ലാഭം 60 രൂപയായിട്ട് കൂട്ടി. ഇത് ന്യായാണോ? ഒരെണ്ണം മാത്രം തരാം. അതെ എന്റെ പെണ്ണുമ്പിള്ള പിള്ളേരും 1998 ജീവിക്കണത്. അതാദ്യം മനസ്സിലാക്കണം. അതിനെങ്കിലും മനസ്സിലാക്കണം. ശശിയേട്ടാ 4 എണ്ണം. അപ്പൊ ഞാൻ പറഞ്ഞത് താങ്ക് യു. ബാൽക്കണി 100 ബാൽക്കണി 100 ബാൽക്കണി 100 വേണോട്ടാ. ഹൗസ്ഫുൾ. Those days I was strong, very strong. Because I was a military man. 15 മുട്ടയുടെ വെള്ളയും പുഴുങ്ങിയ 3 ഏത്തപ്പഴവും ഓട്സുമായിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചിട്ടയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം. യുനോ അന്ന് എനിക്ക് മാത്രമേ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ജർമ്മനിയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തതാണ്. ആ ബുള്ളറ്റിൽ ഞാൻ വലിയ ശബ്ദത്തിൽ ചെത്തിയടിച്ച് എല്ലാ ദിവസവും വൈകിട്ടൊരു കറക്കമുണ്ട്. ഈ ആന്റി അന്നവിടെ മിലിറ്ററി നേഴ്സാ. അവിടുത്തെ പെണ്ണുങ്ങൾക്കെല്ലാം ഞാനൊരു ഹരമായിരുന്നു. എ സ്ട്രോങ് ഹാൻഡ്സം ആൻഡ് ചാമിങ് ബോയ്.
like Amita Bachchan. She was also a beauty queen, like Sharmila Tagore. And we fell in love with each other. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഗോദ്രയിലാണ് സെറ്റിൽ ചെയ്തത്. ബട്ട് ദാറ്റ് വാസ് എ റോങ് ഡിസിഷൻ. മകൻ 4 വയസ്സ് പ്രായം. ആൻഡ് ഷി വാസ് ക്യാരിയിങ് അഗെയിൻ. അന്ന് അവിടെ ഒരു കമ്മ്യൂണൽ റയറ്റ് നടന്നു. In 1984 March, around 150 people were brutally killed and we also suffered. We lost our child. ആ കലാപത്തിന്റെ നടുവിലെവിടെയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു. It has been 25 years now and still we are hopeful. അവൻ വരും. അപ്പോ ആന്റി ക്യാരി ചെയ്ത രണ്ടാമത്തെ കുട്ടിയോ? മകനെ നഷ്ടപ്പെട്ട ഷോക്കിൽ ആ കുട്ടി അബോട്ടായി. സച്ച് ഹോറിബിൾ ഡേയ്സ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വിഷമമില്ല. ഈ പെൺകുട്ടികളെ പേയിങ് ഗസ്റ്റുകളായിട്ടല്ല, ഞങ്ങളുടെ സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. What? Nothing. Then why are you laughing at me? എന്റെ അങ്കിളെ ഈ കഥ 15ാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. ഓരോ തോണ പറയുമ്പോൾ ഓരോ പൊടിപ്പും തൊങ്ങലും കൂടും. ഈ മിലിറ്ററിക്കാരെല്ലാം നുണയന്മാരാ. ഞാൻ എന്ത് നുണയാ പറഞ്ഞത്? ഞാൻ അമിതാഭ് ബച്ചനെ പോലെ അല്ലായിരുന്നോ? Come, I will show you my pictures, idiot. അയ്യോ, അതൊരു 400 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ തന്നെ. ഇന്ന് പറഞ്ഞപ്പോ ഒരു ബുള്ളറ്റ് പുതുതായി അറിയാലോ, അതെവിടുന്നാ? No, ബുള്ളറ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി. പിന്നെ പട്ടാളക്കാരെല്ലാം ജർമ്മനിയിൽ നിന്ന് ബുള്ളറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഓടിച്ച് കളിക്കല്ലേ. ഒന്ന് പോവന്റെ അങ്കിളെ. പോടാ നിൽക്കോലി. തിന്നുന്നല്ല എല്ലിന്റെ ഇടയിലേക്കാ പോകുന്നത്, ബുദ്ധിയിലേക്കല്ല. 10 പൈസക്ക് വിവരമില്ലാത്ത. ഓ, തല്ലുകൂടാതെ ഇരിക്കുന്നുണ്ടോ? ബിഹേവ് യുവർ സെൽഫ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ജോണിച്ച, ഇത് ഇവിടെ പതിവ്, കാര്യാക്കണ്ട. വാ, ഡിന്നർ റെഡി ആയി, കഴിക്കാം. പടാ. യെസ്. ശോഭിക്കുന്ന യൗവനം മിസ്റ്റർ അമിതാഭ് ബച്ചൻ. വരൂ, നമ്മൾക്ക് ഒരുമിച്ചിരിക്കാം. 15 മുട്ടയുടെ വെള്ള കഴിക്കണ്ടേ? പോടാ കാട്ടമാക്കാനെ. നിന്റെ താടി ഞാൻ പഠിച്ചെടുക്കും ഒരു ദിവസം. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. മിലിറ്ററിയിൽ ചെരപ്പായിരുന്നല്ലേ പണി. 3.5 അടിയുള്ള ആൾക്കാർക്ക് പിന്നെ വേറെ എന്ത് പണി കിട്ടാൻ? தாய்மார்களே, தந்தைமார்களே, நண்பர்களே, நேர்களே, இந்திய தொலைக்காட்சிகளில் முதல் முறையாக மலையாளத்தின் நண்பனின் டைரக்டர் വർഗീസ് പണിക്കരൻ ഇയക്കത്തിൽ വന്ന ഷോർട്ട് ഫിലിം. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ പണിക്കര് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം മൊമെന്റ്സ് ഓഫ് ലൈഫ് സൗത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് എൻട്രി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൺഗ്രാറ്റ്സ് ഡ്യൂഡ്. താങ്ക്സ് ബഡി. ഞങ്ങൾ 3 പേരുടെയും വക ഒരു സ്പെഷ്യൽ അവാർഡ് പണിക്കർക്ക് കൊടുക്കുകയാണ്. സോ മിസ്റ്റർ പണിക്കർ, പ്ലീസ് കം ഓൺ ദി ഡയസ്. Uncle, Yes? please. Oh, it's beautiful. And the award for the best short film of the year 2008, the Oscar goes to Mr. Varghese.